നമസ്കാരം, എല്ലാവർക്കും മേക്ക് ഇറ്റ് ഈസിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും റെസിപ്പീസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കും എന്താണ് വലിയ ആമുഖത്തോടു കൂടി വലിയ ഇൻട്രൊഡക്ഷനായിട്ടൊക്കെ വരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു റെസിപ്പി നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് ഞാനും ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കത് സക്സസ് ആകുമോ ഫെയിലിയർ ആകുമോ എന്ന് കാണാം. അപ്പം സംഭവമൊന്നുമല്ല, നമ്മളുടെ പൊറോട്ട. ഞാനും ഇതുവരെ പൊറോട്ട അങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഏകദേശം ഒരു ധാരണയുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അറിയാവുന്ന കുറച്ച് പേരോടൊക്കെ ചോദിച്ചു. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയലാണ്. ഞാൻ ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് പൊറോട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ പരിപാടി. തിയറി ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് നമുക്കൊന്ന് നോക്കാം. മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം എണ്ണ ഒഴിക്കുകയാണ്. പൊറോട്ട എന്ന് പറയുമ്പോഴേ എണ്ണയുടെ കളിയാണ്. വല്ലപ്പോഴുമൊക്കെ അല്ലേ, വല്ലപ്പോഴുമൊക്കെ 2 പൊറോട്ട തിന്നില്ലെങ്കിൽ പിന്നെ എന്ത്. സംഭവം ആദ്യം തന്നെ ഫ്ലോപ്പ് ആവുകയെന്ന് തോന്നുന്നു. നമ്മൾ മുട്ട ചേർക്കാൻ മറന്നുപോയായിരുന്നു. അപ്പം ഞാനിപ്പം മുട്ട ചേർക്കാം. നമുക്ക് നോക്കാം കുഴച്ച് തുടങ്ങിയപ്പോൾ മുട്ട ചേർത്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഏതായാലും മുട്ട ഞാൻ പൊട്ടിച്ച് ചേർക്കുവാണേ. ഹസ്ബൻഡും കൂടെ മാറി മാറി കുഴച്ച് ഇത് നല്ല പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ. നമ്മൾ കുഴച്ച് തുടങ്ങിയപ്പോൾ ഉള്ള സെറ്റപ്പ് എങ്ങനെയായിരുന്നു ഇത് കണ്ടോ. ഇപ്പോൾ ഒട്ടും കയ്യിലൊന്നും പിടിക്കുന്നില്ല. ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പിടിക്കുന്നില്ല. അപ്പോൾ എണ്ണ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 10-20 മിനിറ്റോളം കുഴച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ മാറി മാറി. ഇപ്പം തന്നെ നമ്മുടെ മാവ് നല്ലതായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്കിടാം. അത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം. നന്നായിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്കിതിൻ്റെ എല്ലാ വശത്തും ഒന്ന് തടവി കൊടുക്കാം. ഇനി ഈ നനച്ച് പിഴിഞ്ഞ ഈ തുണി കൊണ്ട് നമുക്ക് ഈ മാവിൻ്റെ ഉൾവശത്തേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിപ്പം മറ്റേ പൊറോട്ടയുടെ മാവ് കുഴച്ച് വെച്ചത് നനഞ്ഞ തുണിയൊക്കെ ഇട്ട് അടച്ച് വെച്ച ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. എന്നിട്ട് നമുക്കിത് ബോൾ പിടിക്കാം. നമുക്ക് കുറേശ്ശെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് നമ്മുടെ കൈയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ബോൾ ആക്കേണ്ടത്. നമുക്ക് ഇവിടെ തന്നെ വെക്കാം. നമ്മളെടുക്കുന്ന മാവിനെ ഇങ്ങനെ ചുരുട്ടി അകത്തേക്കാക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ എടുക്കുക. ആഹാ, ഞാനിപ്പോൾ ഒരു പൊറോട്ട എക്സ്പെർട്ട് ആവുമോ? 9 പൊറോട്ടയ്ക്കുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. നമുക്കൊരു 10 മിനിറ്റ് കൂടെ മൂടിയിടാവേ. അപ്പോൾ നമ്മൾ ബോൾസാക്കി മാറ്റിയത് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ആദ്യത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എണ്ണ തടവി, നമുക്ക് ഇതിങ്ങനെ സെൻറ്റർ ഒരുപാട് പരത്തണ്ട, നമുക്ക് വശങ്ങൾ അല്പം നന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് നിങ്ങൾക്ക് അടിച്ചും ചെയ്യാം, അടിക്കാതെയും ചെയ്യാം. അപ്പോൾ ഇതിന് പിടിക്കുന്നതിനൊരു വശമുണ്ട്. ഈ 4 വിരൽ മുകൾ ഭാഗത്ത് വരണം. എന്നിട്ട് വലത്തെ കൈയുടെ തള്ള വിരൽ അടിഭാഗത്ത് വയ്ക്കുക. ഇടത്തെ കൈയിലെ 4 വിരൽ പൊറോട്ടയുടെ അടിഭാഗത്തും തള്ള വിരൽ മുകളിലും. അങ്ങനെയാണ് തിയറി. ഇനി നമുക്ക് നോക്കാം. ഈശ്വരാ, അപ്പം ഇങ്ങനെ നമ്മൾ അടിക്കുമ്പം ഇത് കൈ മാറ്റി കൊടുക്കുക വേണം. എന്താണ് അങ്ങനെ പറ്റത്തില്ല, നോക്കാം. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ആദ്യത്തത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇത് ചുരുട്ടിയെടുക്കാം. അപ്പം കയ്യിൽ വെച്ച് തന്നെ ചുരുട്ടാം, അതായിരിക്കും എളുപ്പം. അവസാനം വരുന്നത് അടിയിലേക്ക്. അപ്പം എൻ്റെ ആദ്യത്തെ പൊറോട്ട ഞാൻ അടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യത്തെ ചുരുട്ടി വെച്ചിരുന്ന് എടുക്കാം. അതിന് നമുക്ക് കൈകൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. ഏകദേശം ഒരു റൗണ്ട് ആകുമ്പോഴേക്കും ഇതേ സമയം തന്നെ നമ്മുടെ ഗ്യാസിൽ ദോശക്കല്ല് ചൂടാകാനായിട്ട് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വേഗം ചെയ്യണം, എന്നാൽ കരിഞ്ഞു പോകരുത്. അതേപോലെ
ചുട്ടെടുത്ത പൊറോട്ട നമുക്ക് ചൂടോടെ അടിച്ചെടുക്കാം. അങ്ങനത്തെ അവസാനം നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെയൊക്കെ അപേക്ഷിച്ച് അവസാനം വന്നപ്പം പൊറോട്ട കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. പൊറോട്ടയിൽ ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ പ്രശ്നം ഡാൽഡ ആയിരിക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പം ഈ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ശ്രമം ഉപേക്ഷിക്കുന്നില്ല, വീണ്ടും ട്രൈ ചെയ്യും. അപ്പം ഇതൊരു ഫണ്ണി വീഡിയോ ആയിട്ട് സത്യത്തിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും നന്ദി.